പ്രിൻസിപ്പലാണോ പ്രശ്നം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ സെൽവം, എന്താണ് താങ്കൾക്ക് ആ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ മോശപ്പെട്ട അനുഭവം? ഞാൻ 2ാം വർഷം വിദ്യാർത്ഥിയാണ്. 2ാം വർഷം BCom LLB സ്റ്റുഡൻ്റാണ്. ഞാൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. എനിക്കുണ്ടായ ഇവിടെ അനുഭവം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ലോ അക്കാഡമിയിലാണ് പഠിക്കാൻ വന്നത്. ഞാൻ +2-ൽ 90% മാർക്കോടുകൂടി പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ്. ഗവൺമെൻറ് എൻട്രൻസിൽ ഞാൻ BCom ഇവിടെ കയറി വന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലോ അക്കാഡമിയിൽ നിയമം പഠിക്കാൻ വന്ന എന്നെ ഇവിടെ അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു കൂലി അക്കാഡമി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. എന്നെ ഞാൻ ഈ ഒരു 4 മാസ ഗ്യാപ്പിൽ എന്നെ ക്ലാസ്സിൽ വന്ന് ഒരു 4ാം വർഷ വിദ്യാർത്ഥി, പ്രിൻസിപ്പളുടെ മകൻ്റെ കാമുകി എന്ന് അറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ വരികയും എന്നെ എൻ്റെ കൂട്ടുകാരെയും വിളിച്ചിറക്കുകയും ചെയ്തു. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചിറക്കിയിട്ട് മാമിൻ്റെ അടുത്ത് കറക്റ്റായിട്ടുള്ള റീസൺ കൊടുത്തില്ല. ഞങ്ങളെ വിളിച്ചിറക്കിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താണ് ചേച്ചി ഞങ്ങളെ വിളിച്ചിറക്കുന്നതെന്ന്. അവർ കറക്റ്റായിട്ടുള്ള റീസൺ കൊടുത്തില്ല. അവർ എൻ്റെ പുറകിൽ വരൂ എന്ന് മാത്രമാണ് വിളിച്ചത്. ഞങ്ങൾ അവരുടെ പിന്നാലെ ചെന്ന് ഞങ്ങളെ ക്യാമ്പസിൻ്റെ താഴെ ആ റോഡ് സൈഡിലായിട്ടുള്ള ഒരു കടയിലോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ആ കടയിലോട്ട് കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതാണ് മാമിൻ്റെ പുതിയ കട, ഇത് ബിരിയാണി കടയാണ്, മാം പുതിയതായിട്ട് തുടങ്ങാനിരിക്കുന്ന ഒരു ബിരിയാണി കടയാണ്. ഈ കടയിൽ നിങ്ങൾ ജോലി ചെയ്യണം. ഇന്ന് മാത്രമല്ല 5 ദിവസം നിങ്ങളിവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ യൂണിഫോമിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ പോയി ഫുഡും കഴിച്ചിട്ട് നിങ്ങൾ യൂണിഫോം മാറ്റിയിട്ട് ഇവിടെ വരണം എന്ന് പറയുകയുണ്ടായി. പോരാത്തതിന് അവിടെ കൊടുത്ത ബ്രൗഷർ, അവിടുത്തെ പുതിയ കടയായത് കാരണം അവിടുത്തെ ബ്രൗഷർ ഞങ്ങളുടെ അടുത്തുള്ള ബീവറേജ്, അവർ ആ ഒരു സമയത്ത് ലക്ഷ്മി മാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിലാണ് ഈ കുട്ടി ഞങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയുന്നത്. അങ്ങനെ പറയുകയും ബിരിയാണി കടയിൽ പ്രിൻസിപ്പളും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പളുടെ സാന്നിധ്യത്തിലാണ് എന്നോട് പറയുന്നത്. അപ്പം ഈ ബ്രൗഷർ നിങ്ങൾ ബീവറേജിൻ്റെ ആ ഫ്രണ്ടിലുള്ള എല്ലാ കടകളിലും കൊണ്ടുപോയി കൊടുക്കണം. പോരാത്തതിന് അവിടുത്തെ ആൾക്കാരുടെ അടുത്തും ഇത് കൊടുക്കണം. കൂടുതലും നമ്മൾ ആകർഷിക്കുന്നത് ഈ ബീവറേജിൽ വരുന്ന ആൾക്കാരെയാണ്. പോരാത്തതിന് നിങ്ങൾ ഈ പേരൂർക്കട ജംഗ്ഷനിലുള്ള എല്ലാ കടകളിലും പോയി ഇത് വിതരണം ചെയ്യും എന്ന് പറഞ്ഞു. ഞങ്ങൾ പറ്റൂല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായില്ല. കാരണം അവിടെ ലക്ഷ്മി മാം ഉണ്ടായിരുന്നു. ലക്ഷ്മി മാമിനെ പേടിച്ചാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്യേണ്ട വന്നത്. എന്താണ് ചെയ്തത്? ഞങ്ങൾ അവിടെ അന്നാണ് കട ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ ദിവസം മേശയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ മേശയൊക്കെ ഇറക്കി വയ്ക്കുകയും കസാരയിലൊക്കെ ഇറക്കി വയ്ക്കുകയും അന്നത്തെ മേശയൊക്കെ ക്ലീൻ ചെയ്യുന്നു. അപ്പോഴും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ ബിരിയാണി കടയ്ക്ക് ആൾക്കാർ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ബിരിയാണി വിളമ്പി കൊടുക്കാൻ ഞങ്ങളോട് അന്ന് ആ ഫസ്റ്റ് ഡേ ആയത് കാരണം അന്ന് സ്റ്റാഫ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം അവിടുത്തെ ചാപ്പിക്കടയിലെ ആ അമ്മച്ചിയെ മാത്രമാണ് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അവർ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ബിരിയാണി വിളമ്പി കൊടുക്കുകയും അവിടെ വന്ന ആൾക്കാർക്ക് ഞങ്ങൾ 5 പേരും ബിരിയാണി വിളമ്പി കൊടുക്കുകയും അടുത്ത് തന്നെയാണ് അതിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർ മാം തന്നെ പറയുകയുണ്ടായി, അടുത്താണ് ഫുഡ് ഉണ്ടാക്കുന്നത്, അതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വിളമ്പി കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ ഒരു ദിവസം 2 മണി 3 മണി വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് വിളമ്പി കൊടുക്കുകയുണ്ടായി. ഈ 5 വിദ്യാർത്ഥികളും സെൽവം അടക്കം SC/ST വിഭാഗത്തിൽപ്പെട്ടവരല്ല, ഞാൻ മാത്രമാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. ബാക്കിയുള്ളവരും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അവർ ഈ സമീപനം ഈ കോളേജിൽ ചേരുമ്പോൾ തന്നെ ഇവർ ഒരു പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. ഒരു 2 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. കുറച്ച് പിള്ളേരെ ഒരു ഹയർ പൊസിഷനിൽ വയ്ക്കുകയും കുറച്ച് പിള്ളേരെ ഒരു ലോവർ പൊസിഷനിലാണ് വയ്ക്കുന്നത്. ഈ ലോവർ പൊസിഷനിൽ ഉള്ള ആൾക്കാരെയാണ് ഇവർ കൂടുതൽ ജോലി ചെയ്യാനായിട്ട്, ഈ കോളേജിലെ ജോലി ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത്. ഇത് ഞങ്ങളെ ഫോഴ്സ്. ബിരിയാണി കട ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിന് മുമ്പ് എന്ത് ജോലി ചെയ്യിക്കും? അതിനു മുമ്പ് മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ, ക്ലൈൻറ്റ് കൺസൾട്ടിങ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോമ്പറ്റീഷൻ നടക്കും. അപ്പം വെളിയിൽ നിന്ന് പിള്ളേർ വരും. അപ്പം അവർ കൊണ്ടുവരുന്ന പെട്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചുമന്ന് കൊണ്ടുപോകേണ്ടത്. ഇവരെ വെളിയിൽ കൊണ്ടുപോകേണ്ടത് ഞങ്ങളാണ്. ഇമാതിരി കാര്യങ്ങൾക്കൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങളെ തിരിച്ചങ്ങ് വിടുകയാണ്. എത്ര നാൾ മുൻപുള്ള അനുഭവമാണിത്? ഇത് 4 മാസം മുമ്പുള്ള അനുഭവമാണ്. 4 മാസമേ ആയിട്ടുള്ളൂ ഇവർ ബിരിയാണി കട തുടങ്ങിയിട്ട്. അന്ന് ഉദ്ഘാടനത്തിന് അന്നാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയത്. സെൽവം എത്ര നാളായി അവിടെ വിദ്യാർത്ഥിയായിട്ട്? ഞാൻ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. 2 വർഷമായി ഞാൻ അവിടെ. ഈ ബിരിയാണി കട അനുഭവത്തിന് മുൻപ് ഇങ്ങനെ വല്ലപ്പോഴും പെട്ടിയെടുക്കേണ്ടി വരിക തുടങ്ങിയിട്ടുള്ള ജോലികളാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്? അതെ.
സെൽവം, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്ര കാലം ഇതൊന്നും ഒരു പരാതിയായി എവിടെയും പറയാതിരുന്നത്? പരാതിയായി പറയാതിരുന്നത് കാരണം ഇൻ്റേണൽ ഞാൻ ഫസ്റ്റ് സെമ്മിൽ ഇവിടെ ജോയിൻ ചെയ്ത് ഞാൻ 90% മാർക്കോടുകൂടി പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം ഈ ഫസ്റ്റ് സെമ്മിൽ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ഇൻ്റേണൽസിൻ്റെ ടെസ്റ്റ് പേപ്പർ അസൈൻമെൻറ്റ് പോലത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഫസ്റ്റ് സെമ്മിൽ എനിക്ക് കിട്ടിയ ഇൻ്റേണൽസ് എന്ന് പറയുന്നത് 11, 13, 15 മാർക്കുകളാണ്. കറക്റ്റായിട്ട് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് 13, 11, 15 മാർക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താണെന്ന് ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നല്ല മാർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്, അവസാനം പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ ഇത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന്. പിന്നീട് മാർക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൂട്ടിക്കൊടുത്തപ്പം അവർ എനിക്ക് 11 എന്ന് പറയുന്ന 13, 14, 15 എന്ന് പറയുന്ന 16 മാർക്കുമായിട്ട് കിട്ടി. സെക്കൻഡ് സെമ്മിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമ്മിൽ ഞാൻ അസൈൻമെൻറ്റ് ഇൻറ്റേർണൽസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തിനും ഉഴപ്പിയിട്ടും ഈ പരിപാടികൾ, അതായത് ഇവിടുത്തെ അടിമപ്പണി എല്ലാം ചെയ്തിട്ട് എനിക്ക് അർഹതയില്ലാത്ത മാർക്ക്, ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് എനിക്ക് അർഹതയില്ലാത്ത 18 മാർക്ക് വെച്ച് എനിക്ക് എല്ലാ സബ്ജക്റ്റിലും കിട്ടിയിട്ടുണ്ട്. ഈ 14 ദിവസമായില്ലേ ആര്യ സമരം തുടങ്ങിയിട്ട്? ഈ 14 ദിവസത്തിനിടയിലും എന്തുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത് സെൽവം? ഞങ്ങൾ ആദ്യം പോലീസ് സ്റ്റേഷൻ, അതായത് CA യുടെ അടുത്ത് പരാതി 21-ാം തീയതി നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് CA എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വിദ്യാർത്ഥിയും കൂടെയാണ്, ഈവനിങ് ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയും കൂടെയാണ്. ഞങ്ങൾ കൊടുത്ത പരാതി ഇതാണ്. 21-ാം തീയതി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുമായിട്ട് ആക്ഷൻ ഇതുവരെ മുന്നോട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് പോലും ഇതുവരെ ഈ CAയുടെ ഭാഗത്തിരുന്ന് വന്നിട്ടില്ല. ഞങ്ങൾ 19-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ 19-ാം തീയതി SC കമ്മീഷൻ കൊട്ടാരക്കരയിൽ വെച്ച് കൂടുകയുണ്ടായി. അന്ന് ഞങ്ങൾ വണ്ടി വിളിച്ച് 19-ാം തീയതി ഞങ്ങൾ SC കമ്മീഷൻ്റെ അവിടെ ചെന്നപ്പം അവർ ഞങ്ങളെ പരാതി സ്വീകരിച്ചില്ല. അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പിയേ ഉള്ളൂ, നിങ്ങൾ 3 കോപ്പിയായിട്ട് ഇവിടെ വന്നാലേ ഞങ്ങൾ പരാതി സ്വീകരിത്തുള്ളൂ എന്ന് അവർ പറഞ്ഞ് ഞങ്ങളെ ഡിസ്കറേജ്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിനെപ്പറ്റി പറയാം, കാരണം ആ കമ്മീഷൻ്റെ മറുപടി ഉണ്ട് നമ്മുടെ കൈവശം. സെൽവം, ഈ കാര്യങ്ങളൊന്നും അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരോടൊന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ASF-ൽ പ്രവർത്തിക്കുന്ന ASF കേരള ലോ അക്കാഡമി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ASF യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ഇത് വന്നപ്പം, അതായത് ഞാൻ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും തന്നെ ഇവിടെ കിട്ടുന്നില്ല. ഞാൻ ഇവിടെ ചെന്ന് ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ ഗവൺമെൻറ് സീറ്റിലാണ് വന്നത്, നിനക്ക് കിട്ടും, നീ ഈ ഗ്രാൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വന്ന് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി, ഞങ്ങൾ ഫോർവേഡ് ചെയ്തോളാം എന്ന് പറയുകയുണ്ടായി. ഫസ്റ്റ് ഇയറിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് വന്ന് ഇവിടെ കൊടുത്തിട്ടും ഇവർ ഇതുവരെ ഈ സമയം വരെ അവർ ഫോർവേഡ് ചെയ്തിട്ടില്ല. എനിക്ക് ലംസം ഗ്രാൻറ്റും ജയിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് പരാതി ആയി ഈ ASF-ന്റെ യൂണിറ്റ് സെക്രട്ടറിയോട് അടക്കം പറഞ്ഞില്ല? ഞങ്ങൾ പറഞ്ഞപ്പം അത് അവർ എൻ്റെ യൂണിറ്റ് സെക്രട്ടറി ASF യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വിവേക് വിജയഗിരി എന്ന് പറയുന്ന ആളാണ്. അയാളും SC വിഭാഗത്തിൽപ്പെട്ട, അയാളെയും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട്. അതും SC കമ്മീഷനിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അവർ ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു ഞങ്ങൾ ഒരുമിച്ചാണ് കൊടുത്തത്, ഒരുമിച്ചാണ് ഞങ്ങൾ പോയത്. കഴിഞ്ഞ ദിവസം അല്ല, ഈ 4 മാസം മുൻപുള്ള ഈ ദുരനുഭവവും അതിന് മുൻപുള്ള ഈ പെട്ടിയെടുപ്പിക്കലും ഇതൊന്നും എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടാത്തത്? ഇപ്പോൾ ASF-ന്റെ നേതാവിന് തന്നെ ഈ ദുരനുഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് ഗൗരവത്തിൽ